ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ പേജ് നമ്പർ 16 സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് വന്നിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് വരിക, അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് പാർട്ടുകളിൽ നമ്മൾ ചെയ്തതായിരുന്നു. ഓക്കെ, നമ്മളവിടെ എക്സ് മാത്രമേ വെച്ച് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകം എന്തുവാ, നമ്മളിവിടെ എക്സും വൈയും കൂടെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ചെയ്തവർക്ക് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എ വയർ 1 meter ലോങ് ഇസ് കട്ട് ഇൻടു 2 pieces. അപ്പോൾ ഒരു വയർ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, 2 pieces ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് 1 of which is bent into a square. ഇപ്പോൾ ഈ ഒരു പീസ് സ്ക്വയർ ആക്കി മാറ്റുന്നു. പിന്നെന്തുവാ, ആൻഡ് ദ അതർ ഇൻറ്റു ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ മറ്റേത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റുന്നു. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകം എന്തുവാ, എല്ലാ സൈഡും ഈക്വൽ ആണ്. എന്നിട്ട് ഇവിടെ പറയുന്നതാണ് 3 times the side of a square and 2 times the side of an equilateral triangle makes 71 centimeter. ഓക്കെ, അവിടെ ഒരു കണ്ടീഷൻ പറയുവാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ആർ ദ ലെങ്സ് ഓഫ് ദ പീസസിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ വയർ കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പീസസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പെരിമീറ്ററുമായിട്ട് റിലേറ്റഡ് ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നോക്കാം. എന്ന് വെച്ചാൽ ഈ സ്ക്വയറിൻ്റെ ഞാൻ സൈഡിനെയൊക്കെ എക്സ് ആയിട്ട് എടുക്കുവാണ്. ഇപ്പോൾ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എന്ത് തന്നെയാണ്, എക്സ് തന്നെ അല്ലേ. അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ സൈഡിനെ ഞാൻ വൈ ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, കാരണം നമുക്ക് 2 ഇക്വേഷൻ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സും വൈയും ആയിട്ട് എടുത്ത് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. നമ്മളിവിടെ എക്സും വൈ ആയിട്ട് എടുത്തത് നമുക്ക് ഒന്ന് എഴുതിയും കൂടെ വെക്കാം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ് ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസറായിട്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് എഴുതണം കേട്ടോ. എന്തോ പറഞ്ഞേക്കുന്നത്, ലെറ്റ് ദ സൈഡ് ഓഫ് the square be x and the side of the equilateral triangle be y. ഓക്കെ, ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന വെച്ചിട്ട് ഞാനിങ്ങനെ പറയുവാണെങ്കിൽ ഇവിടെ 1 meter ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് ഇവിടെ എന്തുവാ തന്നേക്കുന്നത്, 1 meter ആണ് അല്ലേ. ഇപ്പോൾ ഈ ഞാൻ 1 meterനെ എനിക്ക് സെൻറ്റിമീറ്ററിലാക്കി ആക്കി കഴിഞ്ഞാൽ എന്താവും, ഇതിനെ 2 centimeter 2 centimeter ആണെങ്കിൽ അത് എത്രയായിട്ട് മാറും, 100 centimeter ആകത്തില്ലേ. 1 meter എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്, 100 centimeter ആണല്ലേ. സോ ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് ആദ്യമേ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്ററും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടെ വെച്ച് കഴിഞ്ഞാൽ, ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് ദ വയർ കിട്ടും അല്ലേ. കാരണം എന്താണ്, നമ്മുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇത് ചുറ്റുമുള്ള അളവ് അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ചുറ്റുമുള്ള അളവ് എന്ന് വെച്ചാൽ പെരിമീറ്റർ ഓഫ് സ്ക്വയർ പ്ലസ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഈ 2 പെരിമീറ്ററും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് ദ വയർ കിട്ടത്തില്ലേ ഇല്ലേ. കാരണം എന്താ, നമുക്ക് പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് പെരിമീറ്റർ വെച്ചിട്ടാണ് അല്ലേ, നമ്മൾ ആ ഒരു വയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്ക്വയറിൻ്റെ ചുറ്റും നമ്മൾ വെച്ചത് അല്ലേ. സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്ന ആ വയർ വെച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയറും ലെങ്ത് ഓഫ് ദ വയറും ഈക്വൽ ആണ് അല്ലേ. അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ 2 പെരിമീറ്ററും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ദ വയർ എന്നുള്ള ടോട്ടൽ വയർ എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ തന്നെ എഴുതാം, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. നമുക്ക് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്തുവാ, നമ്മുടെ ഫോമിൽ എന്തുവാ, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, 4 into സൈഡ്. ഓക്കെ, 4 into സൈഡും പ്ലസ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോമിൽ എന്തുവാ, 3 into സൈഡ്. ഓക്കെ, അപ്പോൾ 4 into സൈഡും 3 into സൈഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ കിട്ടും അല്ലേ. നമ്മളിവിടെ പറഞ്ഞേക്കെന്ന് വെച്ചിട്ട് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ എത്രയാണ്, നമ്മൾ 1 meterനെ 100 centimeterലോട്ട് കൺവേർട്ട് ചെയ്തു. സോ അതിനെ നമുക്ക് 100 centimeter എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാനിവിടെ പറഞ്ഞായിരുന്നു
സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എത്രയാ വൈ ആണ് അല്ലേ. അതെന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതൊന്ന് ഇൻറ്റു ചെയ്താലോ? 4 ഇൻറ്റു എക്സ് എത്രയാ? 4x പ്ലസ് 3y ദാറ്റ് ഈസ് ഈക്വൽ ടു 100. നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ, ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് വെച്ച് തന്നെ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് സെൻറ്റൻസ് നമുക്ക് വായിക്കാം. എന്തോ പറയുന്നത്? 3 times the side of the square അല്ലേ, സൈഡ് ഓഫ് ദ സ്ക്വയർ ആൻഡ് 2 times the side of an equilateral triangle. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എഴുതാം അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് എന്തോ പറയുന്നത്? 3 times the length of the അല്ലേ, എന്തോ പറയുന്നത്? 3 times the side of സ്ക്വയർ അല്ലേ. അപ്പോൾ 3 times the side എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 3x അല്ലേ. 3 times എന്ന് വെച്ചാൽ 3x. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ തന്നെയാണ്, അപ്പോൾ എക്സ് ആണ്. ഓക്കെ, 3x. പിന്നെ എന്താ പറയുന്നത്? 2 times the length അല്ലേ, 2 times the side of an equilateral triangle. അപ്പോൾ 2 times എന്ന് വെച്ചാൽ 2 ഇൻറ്റു സൈഡ് എത്രയാ? y, 2y. അപ്പോൾ 3xും 2yയും കൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് പറയുന്നത്? മേക്ക് 71 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 71 സെൻറ്റിമീറ്റർ തരുമെന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എഴുതി. എന്ന് വെച്ചാൽ പെരിമീറ്റർ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ലെങ്ത് ഓഫ് ദ വയർ കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കി. സെക്കൻഡ് ഇക്വേഷൻ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനകത്തു നിന്നും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, എപ്പോഴും ചെയ്യുന്നതുപോലെ എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഇക്വേഷൻ രണ്ടും നമുക്കൊന്ന് നോക്കാം. നോക്കിയാടാ, ഈ ഇക്വേഷനകത്ത് ഏതെങ്കിലും സെയിം നമ്പേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇവിടെ 4, ഇവിടെ 3 അല്ലേ, ഇവിടെ 3, ഇവിടെ 2 എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എത്ര വെച്ച് ഇൻറ്റു ചെയ്ത് കൊടുക്കാം? നമ്മൾ ഈ എക്സിനാണ് കളയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3 വെച്ചും ഇവിടുത്തെ നമ്പർ ഏതാ? 4 അല്ലേ. അപ്പോൾ ഇവിടെ 4 വെച്ച് ഇൻറ്റു ചെയ്ത് കൊടുക്കാം. ഈ 4 ഇങ്ങോട്ട് പോകും, ഈ 3 എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകും. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഈ ഒരു മൊത്തം ഇക്വേഷനെയും ഞാൻ ഈ 3 വെച്ച് ഇൻറ്റു ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 3 വെച്ച് ഇൻറ്റു ചെയ്ത് ഞാൻ ഈ സൈഡിലേക്ക് എഴുതാൻ പോവാണ്. സോ 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12x. ഇനി 3 ഇൻറ്റു 3 എത്രയാ? 3 3s are 9. അപ്പോൾ പ്ലസ് 9y ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 300 എന്ന് നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ നമുക്ക് എത്രയായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ 4 വെച്ച് ഈ ഇക്വേഷനെ മൊത്തം ഞാൻ ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് 12x എന്ന് തന്നെ കിട്ടും. പ്ലസ് 4 ഇൻറ്റു 2 അത് എത്രയാ? 8y ഇസ് ഈക്വൽ ടു 71 ഇൻറ്റു 4. അപ്പോൾ 71 ഇൻറ്റു 4 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 284 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 3 മൈനസ് 4. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ നോക്കിയേ, 12 മൈനസ് ഇട്ട് കൊടുക്കുക, 8 മൈനസ് ഇട്ട് കൊടുക്കുക, ഇവിടെ മൈനസ് ഇടുക. 3 സ്ഥലത്ത് മൈനസ് ഇടുക. ഓക്കെ, പ്ലസിന് പകരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ഇടുക. അപ്പം ഈ 12ഉം 12ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 9 മൈനസ് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയാ? 1 അല്ലേ. സോ y എന്ന് മാത്രം കിട്ടും. y ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 16 എന്ന്. ഇനി ഈ y നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ്. നോക്കിയാടാ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലേക്ക് ഞാൻ വൈയുടെ വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇക്വേഷൻ 1 എന്തുവായിരുന്നു? 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 100. അതിലേക്ക് ഞാൻ y ഇട്ട് കൊടുക്കുവാണ്. സോ 4x പ്ലസ് 3 ഇൻറ്റു 16, വൈയുടെ വാല്യൂ 16 ആണ്. സോ ഇസ് ഈക്വൽ ടു 100. സോ 4x പ്ലസ് 16 ഇൻറ്റു 3 എത്രയാ? നമുക്ക് 48 എന്ന് കിട്ടും. 48 ഇസ് ഈക്വൽ ടു 100. നമുക്ക് ഈ 48 ഇവിടെ പ്ലസ് ആണ്, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാത്ത മൈനസ് ആവും. സോ 4x ഇസ് ഈക്വൽ ടു 100 മൈനസ് 48. അതായത് 4x ഇസ് ഈക്വൽ ടു 100 മൈനസ് 48 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 52 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു ഈ 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ 52 ഡിവൈഡഡ് ബൈ 4, അതായത് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ 13 കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. എങ്ങനെ എഴുതാം? therefore
ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 13 കിട്ടി അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്രയാ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 ഇൻറ്റു 4. 13 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 52 എന്ന് കിട്ടും അല്ലേ? ഇതാണ് നമ്മുടെ പെരിമീറ്റർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് പീസ് ഇത്രയായിരിക്കും, 52 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാ? അത് നമുക്ക് 16 കിട്ടി. സോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 16. അപ്പോൾ 3 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ചെയ്തായിരുന്നു അല്ലേ? 48 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അതിൻ്റെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ലെങ്ത് ഓഫ് ദ പീസസ് എന്ന് പറയുന്നത് 52 അതുപോലെ തന്നെ 48 ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്ത് പറഞ്ഞു. പിന്നെ ബാക്കി സോൾവ് ചെയ്തപ്പോൾ ഞാൻ കുറേ പെട്ടെന്ന് പോയി. കാരണം നമ്മൾ ഈ സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിർത്തി കാണുക. ഞാൻ നേരത്തെ ക്വസ്റ്റൻസിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ക്വസ്റ്റൻ അങ്ങനെ തീർന്നിരിക്കുവാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്